ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രണീത് എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് പ്രണീത്. യഥാർത്ഥ പേരല്ല. ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. എൻ്റെ അനിയനും മോഡലിംഗ് ചെയ്യുന്ന ആളാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും നല്ല സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഗ്ലാമർ രംഗങ്ങളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് പണ്ടേ തോന്നിയിരുന്നു. എങ്കിലും സ്ഥിരമായിട്ട് ഇപ്പോൾ നടന്മാരോ മറ്റോ ഒന്നും ആകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോഷൂട്ടുകളും മറ്റ് പരസ്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഈ ജോലിയും. അനിയനാണെങ്കിൽ ഫുൾ ടൈം ഒരു നടനാകാനുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെ ജാതകത്തിൽ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്ക് 7 മാസത്തിന് മുമ്പ് വിവാഹം കഴിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടന്നില്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് വിവാഹയോഗമുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത്. സത്യം പറഞ്ഞാൽ എനിക്കതിന് താല്പര്യമില്ല. കൂടുതൽ ഉയരങ്ങളെത്തണം, ജോലിയിലാണെങ്കിലും എൻ്റെ ഫീൽഡിലാണെങ്കിലും. പക്ഷേ അത് നടന്നില്ല. എങ്കിലും വന്നു കയറിയ ഭാര്യ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണ്. ഫാഷൻ ഡിസൈനിങ്ങും ഒക്കെ അറിയാവുന്ന ഒരാളാണ്. എൻ്റെ സങ്കല്പത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അവൾ സുന്ദരിയാണ്. പക്ഷേ അതിസുന്ദരിയായ ഒരു സ്ത്രീയാണ് എൻ്റെ ഭാര്യയെ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ അല്ലെങ്കിൽ കൂടിയും ഞാൻ ആ ജീവിതം അഡ്ജസ്റ്റ് ചെയ്യണം തീരുമാനിച്ചു തന്നെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. അവൾക്ക് എന്നോട് നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ അമ്മ സുന്ദരിയും ഒരു കലാകാരിയുമാണ്. ഭാര്യയുടെ അച്ഛനും ഒരു കലാകാരനായിരുന്നു. അവർക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായി അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളിൽ ഒരു ബ്ലോക്കും ഇല്ല. കാര്യം ഭാര്യയുടെ ഭാഗത്തു നിന്നും അമ്മായിമ്മയുടെ ഭാഗത്തു നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും ഒക്കെ നല്ല രീതിയിലുള്ള സഹകരണ മനോഭാവമാണ് എല്ലാ കാര്യത്തിനും കിട്ടുന്നത്. കല്യാണം നിശ്ചയിച്ചപ്പോൾ തന്നെ എൻ്റെ അനിയനും അവളും തമ്മിൽ ഭയങ്കര കൂട്ടാണ്. എന്നേക്കാൾ കൂടുതൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. സത്യം പറഞ്ഞാൽ സുഹൃത്തുക്കളെ പോലെയാണ്. അവരെ ഏകദേശം സെയിം പ്രായമൊക്കെയാണല്ലോ. അപ്പോൾ പിന്നെ അതിൽ അത്ഭുതമില്ല. ഞങ്ങളുടെ കല്യാണത്തിന് നല്ല വില കൂടിയൊരു കാറാണ് അവൻ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത്രയും പൈസ അവൻ്റെ കയ്യിൽ കാണില്ല, ഉണ്ടാക്കാനും പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൻ അത്ര വലിയ സേവിങ്സ് ഒന്നും ഉണ്ടാക്കാൻ മാത്രം എന്തെങ്കിലും മോഡലിങ് അവൻ ചെയ്തിട്ടില്ല. ചുമ്മാ ഇങ്ങനെ 10,000-50,000 രൂപയൊക്കെ മാസം കിട്ടുമായിരിക്കും, അത്രേ ഉള്ളൂ. അത് പക്ഷേ അവൻ്റെ പല ചിലവിനും തികയില്ല. കാര്യം നമ്മൾ ഹെൽത്ത് ഡ്രിങ്ക്സ്, പിന്നെ ജിമ്മ്, പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റുകൾ, അങ്ങനെ കുറേയധികം കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റുകളുണ്ട് മാഡം. അതിന് തന്നെ 10,000-40,000 രൂപ ചിലവാകും. എനിക്കും ചിലവാകുന്നുണ്ട്, അവനും ചിലവാകുന്നുണ്ട്. അതിനിടയ്ക്ക് സേവ് ചെയ്ത് ഇത് വാങ്ങിക്കാൻ മാത്രം ഒരിക്കലും ക്യാഷ് ഉണ്ടാകില്ല എന്നെനിക്കറിയാം. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ചേട്ടൻ അറിയേണ്ട കാര്യമില്ല, ഗിഫ്റ്റ് അല്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ലോണോ മറ്റോ ഇട്ട് വാങ്ങിയതാണോ ഒരു പിടിയില്ല. അച്ഛനും അമ്മയ്ക്കും അത്ഭുതമായിരുന്നു. എങ്കിലും അവരതേക്കുറിച്ച് കൂടുതൽ ചോദിച്ചില്ല. കാര്യം അവന് അതിന് ഉത്തരം പറഞ്ഞില്ല, ഗിഫ്റ്റാണെന്ന് പറഞ്ഞതുകൊണ്ട്. പക്ഷേ ഏകദേശം 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അനിയൻ ഇങ്ങനെ മോഡലിങ്ങിന് പോകുന്നുണ്ട്, ഇത്രയും പൈസ അവന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് ഇത്രയും വലിയൊരു കാർ അവൻ സമ്മാനിച്ചല്ലോ, അവൻ എന്നോടുള്ള സ്നേഹം ഒത്തിരി കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ വക്രിച്ചൊന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, നീ എന്താ ചിരിച്ചെന്നേ? ഏയ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പക്ഷേ എനിക്കപ്പോഴേ തോന്നി എന്തോ എൻ്റെ അനിയനെക്കുറിച്ച് അവൾക്കറിയാം, അവളോട് ചോദിക്കണം. എൻ്റെ മനസ്സ് തുടിച്ചു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെയും ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കാര്യം നിങ്ങളുടെ അനിയൻ ഞാനും കൂടെ ഫ്രണ്ട്സ് പോലെയാണ്, ഞങ്ങൾ പലതും പറയാറുണ്ട്. എന്ന് വെച്ച് ചേട്ടനോട് അത് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ അവളെ നിർബന്ധിച്ചു, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് സത്യം ചെയ്യിപ്പിച്ചു, ആരോടും പറയരുത്, വീട്ടിൽ പറയരുത്, പ്രശ്നമുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ എന്നോടത് പറഞ്ഞത്. അതായത് എൻ്റെ അനിയൻ സൗന്ദര്യം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പണമൊക്കെ ഉണ്ടാക്കുന്നതെന്നാണ് അവൾ പറഞ്ഞത്. അവൻ തന്നെയാണ് പറഞ്ഞത്. അതായത് സൗന്ദര്യമുള്ള ആണുങ്ങൾക്ക് ആണുങ്ങളുടെ ഇടയിലും പെണ്ണുങ്ങളുടെ ഇടയിലും വമ്പൻ ഡിമാൻഡാണ്. പാർട്ടികൾക്കും അതേപോലെയുള്ള ഓരോ മീറ്റിങ്ങുകൾക്കും പോകും. സ്വകാര്യമായ മീറ്റിങ്ങുമുണ്ട്, പാർട്ടി മീറ്റിങ്ങുമുണ്ട്. ഇതിലെല്ലാം ഓരോരുത്തരും തിരഞ്ഞെടുക്കും. ആ സമയത്ത് ചിലപ്പോൾ കൊച്ചമ്മമാരാകാം, അല്ലെങ്കിൽ ബാച്ചിലറായ സ്ത്രീകളായിരിക്കാം, അല്ലെങ്കിൽ പുരുഷന്മാരാകാം. ആൺ പെൺ ഭേദമൊന്നും അതിലില്ല. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ വിളിക്കും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ലേലത്തുക പോലെ ഓരോ സമയവും വില ഉയർന്നുകൊണ്ടിരിക്കും. അങ്ങനെ സഹകരണ മനോഭാവം കൊണ്ട് വളരെ പ്രശസ്തനാണ് അത്തരം ഗ്രൂപ്പുകാരുടെ ഇടയിൽ എൻ്റെ അനിയനെന്ന് അവൾ പറഞ്ഞു. അത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ചിലപ്പോഴൊക്കെ മോഡലിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള പെണ്ണുങ്ങളെ ആണുങ്ങളെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഭൂരിപക്ഷം പേരും അങ്ങനെയൊന്നുമല്ല. ശരിക്കും അവൻ്റെ കഥ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സൗന്ദര്യം അവൻ വേറെ രീതിയിലാക്കിയെടുക്കുകയാണ്.
ഭാര്യ പറഞ്ഞത് കേട്ട് ഞാൻ നന്നായി ഞെട്ടി. അതിന് കൂട്ടത്തിൽ അവൾ കൂട്ടിച്ചേർത്തു, നിങ്ങളുടെ അനിയൻ നിങ്ങളെ വിചാരിക്കുന്ന പോലെയല്ല. അവൻ ഇഷ്ടം പോലെ പണം സമ്പാദിച്ചിട്ടുണ്ട്. നമുക്ക് 10 കാറുകൾ വേണമെങ്കിൽ അവന് വാങ്ങിച്ചു തരാം. എറണാകുളത്ത് അവൻ ഉടനെ തന്നെ ഫ്ലാറ്റ് വാങ്ങും എന്നൊക്കെ അവൾ പറഞ്ഞു. അത് കേട്ട് പിന്നെ ഞാൻ ഞെട്ടി. ഇത്രയും നാളായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു, ഇങ്ങനെ മോഡലിംഗും ചെയ്യുന്നു, എനിക്ക് ഒരു ഉയർച്ചയും ഉണ്ടായിട്ടില്ല. ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്തു. ഈ കാര്യത്തിനൊക്കെ ഇത്രയും സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് ഒരു പിടിയുമില്ലായിരുന്നു. കാരണം ഞാൻ കുറച്ചൊക്കെ സദാചാരം ചിന്തിക്കുന്ന ആളാണ്. എൻ്റെ അനിയൻ ഇങ്ങനെയാണെന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റിയില്ല. ആ സമയത്ത് ഭാര്യ എന്നോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിങ്ങളിങ്ങനെ മോഡലിങ്ങും ജോലിയുമായിട്ട് വെറുതെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇങ്ങനെ കാണാൻ പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ക്യാഷിൽ നല്ല ഉയർച്ച ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് അത്തരം ശീലങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല, എൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ, അവൻ സ്വതന്ത്രനാണ്. അതുമാത്രമല്ല, അവൻ്റെ കൂട്ടുകാരെ പോലെയല്ല എൻ്റെ കൂട്ടുകാരെ. ഞാൻ കുറച്ച് നിയന്ത്രണത്തിലാണ് വളർന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ അമ്മയോട് ഞാൻ എന്തൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് അതിലൊന്നും ഒരു പ്രശ്നമില്ല, പണം ഉണ്ടാക്കാൻ നോക്കണം, അതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ വഴിയെന്ന്. ഞാൻ ചോദിച്ചു, എൻ്റെ അനിയൻ്റെ കാര്യം നീ അമ്മയോട് പറഞ്ഞു എന്ന്. ഉടനെ എൻ്റെ ഭാര്യ പറയുകയാണ്, ഞാനാണെങ്കിൽ അമ്മയോടെല്ലാം പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ പറഞ്ഞതും അനിയനാണ് മിടുക്കൻ, അങ്ങനെ വേണം, അല്ലാതെ ഏതെങ്കിലും പരസ്യ മോഡലായിട്ട് 1-2 എണ്ണം മാസത്തിലോ വർഷത്തിലോ ചെയ്തു പോയി കഴിഞ്ഞാൽ എന്താ ഗുണം? നിൻ്റെ ഭർത്താവിനെ പോലെ രാപ്പകൽ അധ്വാനിച്ചിട്ടൊന്നും കാര്യമില്ല. അധ്വാനിക്കാതെ തന്നെ സൗന്ദര്യം കൊണ്ട് പണം കിട്ടുന്ന ഒരു തൊഴിലാണ് അനിയൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിലവനെ അഭിനന്ദിക്കണം, അല്ലാതെ കുറ്റം പറയരുതെന്ന് അമ്മ എന്നോട് പറഞ്ഞെന്ന് അവൾ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് അവളുടെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞു, നീ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ അമ്മയോട് പറയാൻ പോയത്? ഇതൊക്കെ പറയാൻ പറ്റുമോ? നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യമല്ലേ, എൻ്റെ അനിയൻ്റെ കാര്യം അവൻ നിന്നോട് വിശ്വസിച്ച് പറഞ്ഞത് നീ ഇപ്പം സത്യം വിട്ട് എന്നോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു എന്ന്. അപ്പോൾ അവൾ എന്നോട് ചീറി, ഇപ്പം ഞാൻ പറയാമെന്നാണോ കുറ്റം? എല്ലാവരും കൂടെ എന്നോട് കിഴിഞ്ഞ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിപ്പം എൻ്റെ കുറ്റമാണോ? നിങ്ങൾക്ക് മിടുക്കില്ലാത്തതും നിങ്ങളുടെ കുറ്റമാണ്. നിങ്ങളുടെ അനിയൻ സമ്പാദിച്ചു, അത് നിങ്ങൾക്കെന്താ? കേട്ടപ്പോൾ നിങ്ങൾ ആ കഥ കേട്ടിട്ട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. അവളുടെ ഈറ്റപ്പുലി പോലുള്ള സ്വഭാവം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. സ്ത്രീകളെന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും മനസ്സിലാകില്ല എപ്പോഴാണ് അവർ പത്തി വിടർത്തുക എന്നുള്ളത് നമുക്കറിയുകയില്ല. ദുരൂഹമാണ് സ്ത്രീയുടെ മനസ്സ്. ഇവൾ ഒരു നടക്ക് പോകില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ സമാധാനിച്ചു. പുത്തിരിയിൽ തന്നെ കല്ല് കടിക്കാമെന്ന് പറഞ്ഞത് അത്ര ശരിയായ കാര്യമല്ലല്ലോ. പിന്നീട് അവളുടെ അമ്മയെക്കുറിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും വലിയ സംശയം തോന്നിയത്. ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ഇവളോട് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. എൻ്റെ ഭാര്യയുടെ ഉള്ളിലിരിപ്പ് അറിയാൻ വേണ്ടി ഞാൻ അവളോട് വെറുതെ ചോദിച്ചു, എടി, ഇപ്പോൾ അനിയനെപ്പോലെ തന്നെ ഞാനും ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുമോ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാർ ഇതൊന്നും ഇഷ്ടപ്പെടുകയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവളോട് പറയാം, പിന്നെ എനിക്കെന്താ ഇഷ്ടക്കുറവ്? ഒരു കുഴപ്പമില്ല, ആരെയും പ്രേമിക്കാനും സ്നേഹിക്കാനും പോകാതിരുന്നാൽ മതി. നിങ്ങൾ കാര്യം കഴിഞ്ഞ് തിരിച്ചു വരിക, നല്ല പണം ഉണ്ടാക്കുക. അതിപ്പോൾ എന്താ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ? സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടല്ലോ. സൗന്ദര്യം പിന്നെ എന്തിനാ മനുഷ്യർക്ക് തന്നിരിക്കുന്നത്? അതുകൊണ്ടൊരു ഉപയോഗമുണ്ട്. വെറുതെ ഒരാളെ മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഈ ഫീൽഡൊക്കെ ഗ്ലാമർ അല്ലേ? ഗ്ലാമർ എന്ന് പറയുമ്പോഴേക്കും പലർക്കും ഉപകാരമുള്ള ഫീൽഡാണ് എന്ന് പറയുകയാണ്. ഞാനിപ്പോൾ ചോദിച്ചു, നീ അത്യാവശ്യം സൗന്ദര്യമുള്ളവളാണല്ലോ, നിനക്ക് വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ ഭാര്യ പറയുകയാണ്, ഞാൻ സത്യം പറയണോ അതോ ചേട്ടനെ സന്തോഷിപ്പിക്കുന്ന കള്ളം പറയണോ എന്ന്. ഞാൻ പറഞ്ഞു, നീ സത്യം പറഞ്ഞാൽ മതിയെന്നും. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ പറഞ്ഞിട്ട് നേരത്തെ പല കേസുകളും അറ്റൻഡ് ചെയ്ത് വിജയകരമായി പൂർത്തീകരിച്ച ഒരു യുവതിയാണ് അവളെന്ന് പറഞ്ഞു. അമ്മയ്ക്കായിരുന്നു അതിൽ താല്പര്യം. അമ്മയാണ് അവളെ ABCD പഠിപ്പിച്ചതെന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു ചതിയിലാണ് ഞാൻ അകപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അനിയനേക്കാൾ കേമിയാണ് എൻ്റെ ഭാര്യ. പല ഏണികളും ഏണി വെച്ച് കയറി മധുരക്കനികൾ അപ്പാടെ വിഴുങ്ങിയ ഒരു ഏതൻ തോട്ടത്തിലെ പുതുപ്പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്ത് ചെയ്യാനാണ്, ദേഷ്യപ്പെടാൻ പറ്റില്ല, വലിയ പ്രശ്നമാകും. എങ്കിലും അവളുടെ അമ്മയെ ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു. കാര്യം അവരാണല്ലോ ഇത്രയും വേദം ഓതി കൊടുക്കുന്നത്. ഒരു ദിവസം അമ്മായിയമ്മയെ ഞാൻ വിളിച്ചു, രഹസ്യമായി ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്തു. അമ്മായിയമ്മയുടെ വീട്ടിൽ പോയി ഞാൻ അമ്മായിയമ്മയോട് വിശദമായിട്ട് ചോദിച്ചു, അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത്? മകളെ കല്യാണത്തിന് മുമ്പ് തന്നെ അമ്മ പല കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിർത്തിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം എൻ്റെ തലയിൽ കെട്ടിവെച്ചു.
പിന്നെ ഇപ്പോൾ അനിയൻ്റെ വരെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അമ്മ ഉപദേശം കൊടുക്കുന്നു. അവൾ അടങ്ങി ഒതുങ്ങി ഒരു കുടുംബിനിയായി നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുച്ഛഭാവത്തിൽ അമ്മായിമ്മ പറയുകയാണ്, അവൾ കുടുംബമുണ്ടാക്കണം, കുടുംബിനിയായി നിൽക്കാൻ തയ്യാറായപ്പോഴാണ് ഞാൻ കല്യാണം കഴിച്ചു വിട്ടത്. കല്യാണത്തിന് മുമ്പുള്ള കാര്യങ്ങളൊന്നോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. കല്യാണം കഴിഞ്ഞ് അവൾ നീ പറയാതെ ഒരാളുടെ മുഖത്ത് പോലും നോക്കില്ല. അവൾ അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോളും. നീ ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ സഹകരണ മനോഭാവം പുറത്തെടുക്കും. അവൾ എല്ലാ രീതിയിലും അഡ്ജസ്റ്റഡ് ആയിട്ടാണ് ഞാൻ വളർത്തിയത്. അങ്ങനെ വേണം വളർത്താൻ. സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ സൗന്ദര്യം കൊണ്ട് നമുക്കുണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് സഹകരണം വേണം, നല്ല മനസ്സ് വേണം, വിശാലമായ മനസ്സ് വേണം, സദാചാരം പാടില്ല. അതുമാത്രമല്ല, സൗന്ദര്യത്തിന് എത്ര വാല്യൂ ഉണ്ടെന്നും ഈ സമൂഹത്തിൽ എത്ര പേർ വേഴാമ്പലിനെ പോലെ സൗന്ദര്യമുള്ളവരെ കാത്തിരിക്കുന്നു എന്നും മനസ്സിലാക്കണം. കളമറിഞ്ഞ് കാശിട്ടാൽ മോനെ നമുക്ക് അടിച്ചു വാരാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെ സമ്പത്ത് ഇത്തരത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അതൊന്നും നിന്നോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ മെടുക്കുകൊണ്ട് ഞങ്ങൾ കാശുണ്ടാക്കി കാണും. നിന്റെ ഭാര്യയുമായിട്ട് ജീവിക്കാൻ വിട്ടു. അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടത്. ഇനിയിപ്പം സദാചാരം പറഞ്ഞ് ജീവിക്കാനാണെങ്കിൽ അങ്ങനെ, മാതൃകാ ദമ്പതികളാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല അറിഞ്ഞുകൊണ്ട് അരിയാട്ടുകയാണെങ്കിൽ അങ്ങനെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എൻ്റെ മോളുടെ കൺട്രോള് നിൻ്റെ കയ്യിലാണ്. ഇനിയിപ്പോൾ അവൾ വഴി തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം നിനക്കാണ്. അമ്മായിയമ്മയുടെ വായ്ത്താരി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവർ വളരെ തൻ്റെടിയായൊരു സ്ത്രീയാണ്. എന്നാലും അമ്മ പറഞ്ഞിട്ട് അവളെ ജീവിതത്തിൽ ഇനി വഴി തെറ്റിപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറയുകയാണ്, അവൾ വഴി തെറ്റുകയാണെങ്കിൽ നീ മൂലമേ ഉള്ളൂ. ഞാനൊരിക്കലും അവളോട് ഇനി ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാനോ അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കാനോ പറയുകയില്ല. പക്ഷേ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയും. ഇപ്പോൾ നിൻ്റെ അനിയൻ്റെ കാര്യം അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്, ഞാൻ ചോദിച്ചതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ മിടുക്കനാണ്, അവൻ്റെ വഴി ശരിയാണ്, അവൻ പണം ഉണ്ടാക്കുന്നു. നിന്റെ ഭർത്താവിന് അത് പറ്റിയില്ല എന്ന് പറഞ്ഞു. അത് വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ ഭാര്യയ്ക്ക് സമ്മതമാണെങ്കിൽ നിനക്കും ആ വഴിക്ക് പോകാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ രണ്ടുപേരുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കരുത്. ലക്ഷങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും നീ ഭാര്യയും കൂടെ എനിക്ക് തരുമോ? തരില്ലല്ലോ. അപ്പോൾ എനിക്കതിന് പങ്ക് വേണ്ട. പക്ഷേ കാറ്റുള്ളപ്പോഴേ മോനെ തുണി നന്നായി ഉണങ്ങൂ. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. നീയും അവളും കൂടെ ചർച്ച ചെയ്ത് അനിയൻ്റെ വഴിയിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് ഇത്രയും വലിയൊരു കമ്പനിയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, 10, 35, 40 വയസ്സ് വരെ നിനക്ക് ജിമ്മിലേക്ക് പോയി സുന്ദരക്കുട്ടപ്പനായിട്ട് നടക്കാൻ പറ്റും. സിനിമയിലോ സീരിയലിലോ അല്ലെങ്കിൽ മോഡലിങ്ങിലോ രക്ഷപ്പെട്ടില്ലെങ്കിലും നിനക്ക് അതിനേക്കാൾ 100 ഇരട്ടി കാശുണ്ടാക്കാൻ പറ്റും. ഞാൻ നോക്കിയിട്ട് നിൻ്റെ അനിയനേക്കാൾ സൗന്ദര്യമുള്ള ഫീച്ചേഴ്സ് നിനക്കുണ്ട് എന്ന് പറഞ്ഞ് അമ്മായിയമ്മ എൻ്റെ തോളിലൊന്ന് തഴുകി തലോടി. എന്നിട്ട് എന്നോട് പറയുകയാണ്, എന്നെ നോക്ക്, പ്രായമായപ്പോൾ ഇപ്പോൾ എനിക്ക് തൽക്കാലം ഒരു മാർക്കറ്റുമില്ല. പക്ഷേ മാർക്കറ്റ് ഇടിയാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചുറ്റുപാടുകളെല്ലാം എനിക്കുണ്ടായി. ഞാൻ ഒരു കാര്യം പറയാം, ഒന്നും പിടിച്ചു വെച്ചിരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. ജീവിതം ആസ്വദിക്കണം. ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ വേണം. അത് നമ്മളൊരു വട്ടത്തിനുള്ളിൽ നിർത്തണം. അവിടെ നമ്മൾ നല്ലവരായിരിക്കണം. പുറത്തു വരുമ്പോൾ വട്ടത്തിന് ചുറ്റും നമ്മളങ്ങ് ഓടണം. ഓടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മോനെ കുന്നോളമാണ് എന്ന് പറഞ്ഞ് അമ്മായിയമ്മ എൻ്റെ ചെവിയിലൊന്ന് കിഴുക്കി. അവർ പണ്ടത്തെ വലിയൊരു ഓട്ടക്കാരിയാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ചൊട്ടയിലെ ശീലം ചുടല വരെ. 10 ഗുണം 10 ഗുണം മാറ്റാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇവരെക്കാളൊക്കെ വലിയ വേന്ദ്രനാണ് എൻ്റെ അനിയനും. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നോർത്ത് ഇങ്ങനെ ഞാൻ ദുഃഖിതനായി അവിടെ നിറങ്ങി വന്നു. എനിക്ക് ദുഃഖം എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ മാതൃകാപരമായി ജീവിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. മാതൃകകളൊന്നും എൻ്റെ ജീവിതത്തിൽ ഫലപ്രദമല്ലെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ അത് വളരെ ലാഘവത്തിലാണ് എടുത്തത്. അവൾ എന്നോട് പറഞ്ഞു, അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്, നിങ്ങൾ പറയുകയാണ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ. ഞാൻ ഒരിക്കലും എങ്ങും പുറത്തു പോകില്ല, നിങ്ങളെ ചതിക്കുകയില്ല. നിങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ട് ഞാൻ കഴിയും. പക്ഷേ എനിക്ക് നല്ല സമ്പന്നമായി തന്നെ കഴിയണം. പിന്നെ നിങ്ങളോട് എനിക്ക് സ്നേഹമില്ലെന്ന് പറയാൻ പറ്റില്ല. ഇത്രയും വലിയ സ്ട്രെസ് എടുത്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. സൗന്ദര്യം ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ അമ്മ പറഞ്ഞു. ഇപ്പം സ്വന്തം ഭാര്യയെ നിങ്ങൾക്ക് പുറത്തിറക്കി വിടാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ, അന്യന് ഉപയോഗിക്കുന്നത് പോലെ. അതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള
എതിർപ്പുമില്ല. പക്ഷേ എനിക്ക് ഗുണമുണ്ടാകണം, ലാവിഷായിട്ട് എനിക്ക് ജീവിക്കണം. എൻ്റെ വീട്ടിൽ കഴിഞ്ഞതുപോലെ എനിക്ക് ജോലിക്കൊന്നും പോയി അധ്വാനിക്കാനോ സ്ട്രെസ് എടുക്കാനോ പറ്റില്ല. നിങ്ങളുടെ കുട്ടികളെ ഒന്നോ രണ്ടോ പ്രസവിച്ച് ഞാൻ ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം എന്ന് വെച്ചിട്ട് സൗകര്യങ്ങൾക്ക് ഒരു കുറവും പാടില്ല. നീ ശരിക്കും ഇത് ആലോചിച്ചിട്ടാണോ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഭാര്യ പറഞ്ഞു, ആലോചിക്കാതെ ഞാനൊന്നും പറയാറില്ല. ചെറുപ്പം മുതലേ എൻ്റെ അമ്മയുടെ പല തന്ത്രങ്ങളും കണ്ട് വളർന്നവളാണ് ഞാൻ. എനിക്കറിയാം ചില കാര്യങ്ങൾ ശരിയല്ലെന്ന്. പക്ഷേ നമുക്കത് പ്രയോജനമുണ്ടാക്കെങ്കിൽ അത് നമ്മുടെ ശരിയായിട്ടെടുത്ത് മുന്നോട്ട് പോകുക ചേട്ടാ എന്ന് പറഞ്ഞ് അവൾ എന്നോട് ചേർന്നിരുന്നു. ആദ്യമൊക്കെ എനിക്ക് അവളോട് ദേഷ്യമായിരുന്നു. ഒരു മാസത്തോളം പിന്നെ എനിക്ക് അവളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ ശേഷം പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ അനിയനെ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ ഇത്രയും പണം സമ്പാദിച്ച് ലാവിഷായിട്ട് നടക്കുന്നു. അവനൊരു പ്രശ്നവുമില്ല, റിലാക്സ്ഡ് ആണ്. എൻ്റെ ഭാര്യയ്ക്കും ഈ പറഞ്ഞതുപോലെ ഞാൻ ദേഷ്യം കാണിച്ചിട്ടും അവൾക്കും കുഴപ്പമില്ല. അവളും അത് വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നടക്കുന്നു. ഞാൻ മാത്രം മസിൽ പിടിച്ച് നടന്നിട്ട് എന്ത് കാര്യം? ഓഫീസിലെ സ്ട്രെസ്സും ഇനിയിപ്പോൾ മോഡലിംഗ് കിട്ടുമോ അവസരം കിട്ടുമോ എന്നോർത്തുള്ള സ്ട്രെസ്സും കൊണ്ട് ഞാൻ നടക്കുന്നു. എൻ്റെ ജീവിതമാണ് മനസ്സമാധാനക്കേടാകുന്നത്. അവർക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇടയ്ക്ക് അമ്മായിമ്മ എന്നോട് വിളിച്ചു ചോദിക്കും, മോനെ നിൻ്റെ തീരുമാനം എങ്ങനെയാണ്? ധാരാളം ക്ലയൻസ് ഞാൻ വഴിയും ഉണ്ട്. അതുപോലെ നിൻ്റെ അനിയനുമായിട്ട് നീ തുറന്ന് സംസാരിച്ച് രണ്ട് സഹോദരങ്ങളും ഒന്നു ചേർന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണം കുമിഞ്ഞു കൂടും എന്ന് പറഞ്ഞ് അവരെന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ അധികം പ്രതികരിക്കാതായി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ഇടയ്ക്ക് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അവസാനം ഭാര്യയോട് ഒരു അവസാന തീരുമാനം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ചേട്ടാ ഒരു പ്രശ്നവുമില്ല, ഞാൻ ഫുൾ സപ്പോർട്ടാണ്. ഞാൻ അടങ്ങി ഒതുങ്ങിയിരിക്കാനാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ഇരുന്നോളാം. അതിന് കാരണം നിങ്ങൾ നല്ലൊരു പുരുഷനാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടവുമാണ്. ഇനി വേറൊരുത്തിനെ തേടി പോകേണ്ട കാര്യമൊന്നും സത്യം പറഞ്ഞാൽ എനിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. അത് നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും. നിങ്ങൾ ഈ പ്രൈവറ്റ് കമ്പനിയിലെ ജോലി ഉപേക്ഷിക്കുമെന്ന് അവൾ എന്നോട് പറഞ്ഞു. അനിയനോട് പറഞ്ഞ് കാര്യങ്ങൾ കൂടുതൽ ശരിയാക്കാമെന്ന് പറഞ്ഞു. കാര്യം എനിക്കതിനുള്ള കഴിവില്ലല്ലോ. പക്ഷേ എനിക്ക് ഒരു പേടിയും മടിയൊക്കെ ആയിരുന്നു. അവൾ തന്നെ അനിയനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനിയനും ഇത്തിരി മടിയുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് തുറന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിയൻ്റെ വിക്രയകൾ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാര്യം 40 വയസ്സിന് മേളിലുള്ള ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ അതേപോലെ ആണുങ്ങളും കാത്തിരിക്കുകയാണ്, സൗന്ദര്യമുള്ള ആണുങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എന്തൊരു ലോകമാണിത്! ഇഷ്ടം പോലെ പണം. അവൻ എന്നെ അക്കൗണ്ട് ബാലൻസ് കാണിച്ചു മാഡം, ബോധം കെട്ടില്ലെന്നേ ഉള്ളൂ. ആ തുക എനിക്കിവിടെ പറയാൻ പറ്റില്ല. അതെല്ലാം ചെറിയൊരു കാലയളവ് 2 വർഷം കൊണ്ട് അവൻ സമ്പാദിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷേ അനിയനെ പോലെ ആണിനെയും പെണ്ണിനെയും ഒന്നും മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതുമാത്രമല്ല ഒത്തിരി പ്രായമായവരോടും എനിക്ക് അത്ര വലിയ അടുപ്പമൊന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടന് ചോയ്സ് പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാവുന്ന. അവനാണ് മാഡം എല്ലാം തിരഞ്ഞെടുത്തത്. മാഡം ആദ്യം PGക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവളുടെ ആവശ്യമനുസരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അവൾ ശരിക്കും കേരളക്കാരിയല്ല, ഏതോ വലിയ പണക്കാരൻ്റെ മകളാണ്. മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് പഠിക്കുകയാണ്. മലയാളമൊക്കെ അറിയാം. അവൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓഫർ ചെയ്ത തുകയെന്ന് പറയുമ്പോഴേക്കും ഞാൻ ഊഹിച്ചതിനേക്കാളും അധികമാണ്. കാര്യം മലയാളി പുരുഷന്മാരെ അവൾക്കൊരു വീക്ക്നെസ് ആണെന്ന്. അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ എനിക്ക് ഒത്തിരി നേരമൊന്നും വേണ്ടി വന്നില്ല. അതുമാത്രമല്ല ഞാൻ മാത്രമായിട്ടല്ലല്ലോ അവിടെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കടക്കുന്നത്. അവൾക്കും എന്നോട് നല്ല ഇഷ്ടമായിരുന്നു. പരസ്പരം കൊണ്ടും കൊടുത്തും വാങ്ങിച്ചുമുള്ള ഒരു ബാർട്ടർ സമ്പ്രദായമായതുകൊണ്ട് ആ ബിസിനസ് ഡീലിങ്സിൻ്റെ തുടക്കം തന്നെ എനിക്ക് വലിയ ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടി. പിന്നെ എൻ്റെ അനിയൻ മൂലമാണ് ഞാനതിലേക്ക് ഡീപ്പായി ഇറങ്ങിത്തിരിച്ചത്. ഇപ്പോൾ എൻ്റെ ജോലി ഉപേക്ഷിച്ചു. ഇതൊക്കെ തന്നെയാണ്. പുറമേ നോക്കുമ്പോൾ മോഡലിംഗ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് വളരെ വലിയ വരുമാനമാണ് ചെറിയൊരു മാസങ്ങൾ കൊണ്ട് കിട്ടിയത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂവണിയും. ഇതിനിടയ്ക്ക് വൈഫും എൻ്റെ അനിയനും തമ്മിൽ അതിര് കടന്ന ബന്ധം കണ്ടു. അതിനെയും വൈഫ് ന്യായീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്കത് കണ്ണടച്ച് കൊടുക്കേണ്ടി വന്നു. പക്ഷേ അമ്മായിയമ്മ എന്നോട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞത്, എല്ലാവരും ഡീൽ ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്നെയും ഡീൽ ചെയ്യാം. പക്ഷേ നിനക്ക് പ്രായത്തിൻ്റെ ചോയ്സ് പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ആവശ്യം നീ അംഗീകരിക്കില്ല. പക്ഷേ
അനിയന് നല്ല താല്പര്യമുണ്ട് എല്ലാ കാര്യത്തിലും, അതുകൊണ്ട് അവനോട് ഒത്തുചേർന്ന് പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു മാഡം. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതിൽ പിന്നെ മാഡം പലപ്പോഴും പല കാര്യങ്ങളും വായിച്ചു പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ ചുഴിയിൽ ഞാൻ പെട്ടുപോയിരിക്കുകയാണ്. കുരങ്ങിൻ്റെ വേഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുരങ്ങ് കളി തന്നെ എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ്. ആരോടും ഒന്നും പറയാനും പറ്റില്ല, ആർക്കും ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ ഇവിടെ പല കാര്യങ്ങളും എൻ്റെ കൈ വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കണക്കിൽ നോക്കുമ്പോൾ ഒരു വശത്ത് അതീവ സംതൃപ്തിയുള്ള ആളാണ് ഞാൻ. എനിക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും എവിടെയോ മനസ്സിലിരുന്ന് സദാചാരം എന്നെ കുത്തുന്നുണ്ട്. ഇതൊക്കെ ശരിയാക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനും ഇങ്ങനൊരവസ്ഥയിൽ പെട്ടുപോയിന്ന് മാഡത്തെ അറിയിക്കാനും മാഡത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെയിൽ എഴുതുന്നത്. മാഡത്തിന് കുറേ വീഡിയോകൾ കുറേ നാളുകളായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. മനുഷ്യൻ എന്തെല്ലാം അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നു. ചിലപ്പോഴൊക്കെ രഹസ്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ വലിയ രഹസ്യങ്ങളാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സൗഹൃദപരമായി എഴുതിയ ഒരു കത്താണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഉൾക്കാഴ്ച കാണും എന്താണ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണമെന്നും ഒക്കെ കാണുമായിരിക്കാം. എങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നല്ലതല്ലെങ്കിൽ അല്ലെങ്കിൽ അത്ര അങ്ങോട്ട് നേരെ വഴിയല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റബോധം അല്ലെങ്കിൽ മനസ്സിനൊരു കുത്തൽ ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കത്താണെങ്കിൽ കൂടിയും ഇങ്ങനൊരു ചുഴിയിൽ വീണ ശേഷം നമുക്ക് ആരോടും സദാചാരം പറയാൻ പറ്റില്ല, നീ ഇങ്ങനെ ആകണമെന്ന് പറയാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. കാര്യം നമ്മൾ ഈ ഒരു കണ്ടീഷൻസിനൊക്കെ സമ്മതിച്ചിട്ട് ഇറങ്ങിയതല്ലേ. അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകളും അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത്. പിന്നെ സദാചാരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ നിങ്ങൾ കുടുംബമൊക്കെ ഉള്ളതാണ്, നിങ്ങൾക്ക് ഈ പണത്തോടുള്ള ആർത്തി അല്ലെ അധ്വാനിക്കാനുള്ള ആ ഒരു മടി മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും വേണ്ട, എനിക്കുള്ള വരുമാനം കൊണ്ട് ഞാൻ കഴിഞ്ഞോളാം, അല്ലെങ്കിൽ മറ്റു രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കോളാം. അനിയൻ കാണിക്കുന്നത് കണ്ട് ചേട്ടൻ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് അയാളുടെ വഴി, നിങ്ങളുടെ വഴി അങ്ങനെ ആകണമെന്നില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടി ഒരു കൺഫ്യൂഷനിൽ നിങ്ങൾ സമ്മതിച്ചങ്ങ് ചുഴിയിലായിപ്പോയി. പക്ഷെ നമുക്ക് വേണ്ട, പണത്തോട് ആർത്തിയില്ല, മനസ്സ് കാമാക്കാമെങ്കിൽ ഇതെന്നെല്ലാം വെളിയിൽ വരാം. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, ആരുടെയും കയ്യിലല്ല, മറ്റുള്ളവരുടെ കയ്യിലാണ് നമ്മുടെ ജീവിതം എന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നല്ല സൗന്ദര്യമുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമൊക്കെ പലപ്പോഴും ജീവിതം വളരെ സ്മൂത്താണെന്ന് തോന്നാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള പാതകൾ അവരെ കാത്തിരിപ്പുണ്ട്. അത് ബുദ്ധിപരമായിട്ടും നല്ല രീതിയിൽ തിരഞ്ഞെടുത്താൽ അവരവർക്ക് കൊള്ളാം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ട് വ്യക്തമായ ബോധമുള്ള ആളായതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം മാനേജ് ചെയ്യുക. ശരിയാക്കണമെങ്കിൽ ശരിയാക്കുക, ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ അങ്ങനെ ചെയ്യുക, ഒഴുക്കിൽ കൂടി പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ഞാനതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാറില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. നമ്മൾ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കഥകളാണെന്ന് പറഞ്ഞാൽ പോലും ഇതിനുള്ളിലും ചില സത്യങ്ങളുണ്ട്.